ഇങ്ങനെ പറയാം, എല്ലാ ലിംഗത്തിൽ ഒരു മറുകുണ്ട്, ഒരു ബ്ലാക്ക് മറുക്, ചെറിയ ബ്ലാക്ക് മറുക്. അത് ഈ ചെറുക്കന് എടാ നിന്റെ സാമാനത്തിൽ മറുകണ്ടെന്ന് വെച്ചിട്ട് അത് കാര്യമാണ്. ഞാനൊരു കാര്യം പറയാടേ, നീ എന്ത് കൊണയോണെന്ന് അടിച്ചോ, ഞാനും നല്ലവനൊന്നുമല്ല, നല്ല പൊളിച്ച തെറി നിന്നേക്കാൾ അപ്പുറത്ത് പറയും, ക്ലാസ് സാധനം വിളിക്കും. ഓക്കെ, അതിപ്പോ അങ്ങനെയാണ് എന്ന് വെച്ചിട്ട് സ്വന്തം കൊച്ച്, ഓക്കെ, ആ കൊച്ചിനെ അടുത്തിരുത്തിക്കൊണ്ട് ഇമാതിരി പൊളിച്ച തെറി പറയുന്ന നിന്നെയൊക്കെ മടല് വെട്ടി അടിക്കണം. ഉള്ള കാര്യം പറയാം, സീരിയസ്ലി. അമ്മാതിരി തെറിയാണ് നീ നിന്റെ കൊച്ചിനെ, അതും ജനിച്ച് കുറച്ച് ദിവസങ്ങൾ മാത്രമായ ഒരു കൊച്ചിനെ അടുത്തിരുത്തിക്കൊണ്ട് നീ പറയുന്നത്. നിന്റെ വിചാരം നീ മാസ് അടിക്കുകയാണെന്ന്. ഓക്കെ അഭിശ്രീ, ഓക്കെ, നീ മാസാണ് അടിച്ച് നിരത്തുന്നതെന്നാണ് നിന്റെ വിചാരമെങ്കിൽ വെറും 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 ഉളത്തനമാണ്. അതിൻ്റെ അപ്പുറം എനിക്ക് നിന്നെ ഒന്നും പറയാനില്ല. ആ ഒരു പൊടി കൊച്ചിനെ അടുത്തിരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ കിടത്തിക്കൊണ്ട് നീ പറയുന്ന പച്ച അപരാധം, അത് എന്നെ അപരാധം നീ പറയുന്നത്. നിന്റെ സാമാനത്തിൽ മറുകൊണ്ട് അത് കൊച്ചിനും ഉണ്ടെന്ന്. എന്തോന്നല്ലേ ഇതൊക്കെ? ഒരു നിലവാരം വേണ്ടേ, ഒരു നിലവാരം. ഞാനും പറയുന്നുണ്ടോ തെറി, ഞാൻ പച്ച അപരാധം. ചില കടയാടി മക്കളൊക്കെ ഞാൻ പൂരത്തെറി വിളിച്ചൊക്കെയാണ് വീഡിയോ ചെയ്യുന്നത്. എന്ന് വെച്ചിട്ട് എന്ത് മറ്റേടത്തെ വർത്തമാനമാണോ നീ പറയുന്നത്? സാമാന്യ ബോധമില്ല നിനക്ക്. എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. അഭിശ്രീ അറിയാമല്ലോ, അഭിശ്രീയിലെ അഭിലാഷിനെ എല്ലാവർക്കും അറിയാം. അത്യാവശ്യം ബിഗ് ബോസിലൊക്കെ പോയി ഫെയിം ആയതിനു ശേഷം കൂടുതൽ ആൾക്കാർക്ക് അറിയാം. എനിക്ക് അതിന് മുന്നേ അവനെ അറിയാം. അവൻ്റെ റീൽസൊക്കെ കണ്ടിട്ടുണ്ട്. കാല് ആണ് അവൻ്റെ ഹൈലൈറ്റ് സാധനം. അതായത് അവൻ തന്നെ എപ്പോഴും മുന്നോട്ട് വരണം, ഇങ്ങനെ സ്പെഷ്യൽ ഏബിൾ ആയിട്ടുള്ള ആൾക്കാർ മുന്നോട്ട് വരണം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് റെപ്രസെൻ്റ് ചെയ്ത് നിന്ന് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് ബിഗ് ബോസിൽ പോയി അവിടെയും അവൻ ആ ഒരു സാധനം ഇട്ട് പിടിച്ചു നിന്ന ഒരുത്തനാണ് ഈ അഭിശ്രീയിലെ അഭിലാഷ്. നല്ല കാര്യം. ഓക്കെ, ഈ ചിലവർക്കൊക്കെ പുച്ഛമാണ്. പക്ഷെ ഇവൻ്റെ ഡാൻസും ഇവൻ മറ്റേ ഡൈവ് അടിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ സത്യം ഞാൻ അന്തിച്ചു നിന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ കാല് ഈ ഒരു പ്രശ്നം വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്നത് ഞാൻ ആലോചിച്ചിരുന്നു. എന്നെ കൊണ്ട് പറ്റത്തൊന്നുമില്ല. ഓക്കെ, എനിക്ക് കാലിലിവിടെ ഒരു ഗുരുവില്ല, എങ്കിലും എനിക്കതൊന്നും അറിയത്തില്ല. ഞാൻ പണ്ട് എങ്ങാണ്ട് കടപ്പുറത്ത് പോയിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടി ഇതുപോലെ ഡൈവ് അടിക്കാൻ പ്രാക്ടീസ് ചെയ്ത് അവസാനം അടിച്ച് കുറെ കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ താക്കോല് കാണാനില്ല. പോക്കറ്റിൽ കിടന്നത്, ഷർട്ടിൻ്റെ പോക്കറ്റ് ഇട്ടിരുന്ന് ഓർമ്മിച്ചില്ല. തലവത്തി മറിഞ്ഞ് അവസാനം താക്കോൽ അങ്ങ് പോയി. പിന്നെ മൂഞ്ചി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എടുക്കാൻ വന്നപ്പോൾ താക്കോല് പോക്കറ്റില്ല. അപ്പോൾ മനസ്സിലായി മണലിൽ പോയതാണെന്ന്. പിന്നെ അവിടെ മൊത്തം അരിച്ച് പറക്കി കുറേ കിടന്ന് തപ്പി അവസാനം കിട്ടി. അതൊക്കെ ഒരു കാലം. ഞാൻ എന്തിനാ അതൊക്കെ ഇവിടെ പറയുന്നത്, അത് വിട്. അപ്പോൾ ഇവൻ അത്യാവശ്യം നല്ല കിടിലുമായിട്ടാണ് പെർഫോം ചെയ്യുന്ന ഓരോ റീൽസ് ആയാലും കാര്യങ്ങളൊക്കെ ആയാലും. ഞാൻ തന്നെ അന്തിച്ച് നിന്നിട്ടുണ്ട്. ഇവനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നേ ഇവൻ പല കോൺട്രവേഴ്സിയിലും പെട്ടപ്പോൾ ഇവനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ റീസണലായിട്ട് ഇവൻ കാണിക്കുന്ന കുറേ കോപ്രായങ്ങൾ കാണുമ്പോൾ എനിക്ക് തന്നെ എന്തോ ഒരു അരോചകമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇവൻ പ്രഗ്നൻസി വ്ളോഗുകൾ തുടങ്ങി. നല്ല കാശുണ്ടാക്കാൻ പറ്റിയ ഒരു അവസരമാണ് ഈ പ്രഗ്നൻസി വ്ളോഗ്. ഓക്കെ, അതായത് ഈ ഫാമിലി വ്ളോഗേഴ്സിന് ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ പ്രസവം, പേരെടുപ്പ്, മറ്റേ ടെസ്റ്റ്, മറിച്ച് എന്നൊക്കെ പറഞ്ഞ് വീഡിയോസ് ഇട്ടിട്ട് കാശുണ്ടാക്കാൻ പറ്റിയൊരു സമയമാണ്. അങ്ങനെ ഇവൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ മറ്റേ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടിനെ വിമർശിച്ചുകൊണ്ട് ഞാൻ ഇവനെതിരെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പ്രഗ്നൻസി വ്ളോഗ് നമ്പർ 1, 2 അങ്ങനെ എന്തോ പ്രഗ്നൻസിക്ക് കയറ്റണം എന്നോ എന്തോ പറഞ്ഞിട്ട് ഇവൻ്റെ ഭാര്യയുടെ വയർ വലുതായിട്ട് കാണിച്ചുകൊണ്ട് ഇവൻ ഒരു തംബ്നെയിൽ കൊടുത്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സീരിയസ്ലി എനിക്ക് എങ്ങനെയാണ് നിനക്ക് ഇതൊക്കെ എടുത്ത് നാട്ടുകാരെ കാണിക്കാൻ തോന്നുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. വേറൊന്നുമില്ല, ഭാര്യയുടെ വയർ ഹൈലൈറ്റ് ചെയ്തൊക്കെ എടുത്ത് എനിക്കതെന്തോ അരോചകമായിട്ട് തോന്നി. ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് ഫ്രണ്ടായിട്ടുള്ളൊരു സുഹൃത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തുവാടെ ഇത്. അപ്പോൾ ആദ്യം വിചാരിച്ചെടുത്ത് 2 കൊട്ട് കൊടുക്കാന്ന്, പിന്നെ വിചാരിച്ച് പോട്ട് പുല്ല് എന്ന് പറഞ്ഞ് വിട്ട്. അപ്പോൾ എനിക്കത് അരോചകമായിട്ട് തോന്നി. എന്തോ പോലെ എനിക്ക് തോന്നി ഒരു ഈ ഒരു സാധനം എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇതൊക്കെ എന്തിനെടുത്ത് ഇങ്ങനെ ഒരു ഇത്. അപ്പോൾ ചോദിക്കും, ദിയാകൃഷ്ണയുടെ കേസിൽ നീ ദിയാകൃഷ്ണൻ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നു. സപ്പോർട്ട് ചെയ്തു. അന്നൊരു സ്ത്രീയുടെ പ്രസവവേദന പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിലും മറ്റേ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടായാലും അത്യാവശ്യം അന്ന് മനസ്സിലാക്കാൻ നമ്മളെപ്പോലുള്ള ആണുങ്ങൾക്ക് സാധിച്ചു എന്നത് സത്യം തന്നെയാണ്. എന്ന് വെച്ചിട്ട് ഭാര്യയുടെ വയറെടുത്ത് ഹൈലൈറ്റ് ആയിട്ട് തമിഴ്നാട്ടിൽ കാണിച്ചു വെച്ചും കൊണ്ട് അതിനെ വെച്ച് മുതലാക്കുന്ന കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെ ഈ അഭിശ്രീയുടെ കേസിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനത് മനസ്സിൽ വിചാരിച്ചു പോയി. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ വന്നപ്പോൾ പറഞ്ഞു പോയെന്നുള്ളത്. എന്നാൽ റീസെൻ്റ്ലി അതൊന്നുമല്ല പ്രശ്നം. ഇവനെ ആരോ നെഗറ്റീവായിട്ട് കമൻറ്റ് ഇട്ടു എന്നാണ് ഇവൻ പറയപ്പെടുന്നത്. അതായത് ഇവന് കാല് വയ്യാത്തത് കൊണ്ട് ഇവൻ്റെ കൊച്ചിനും അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ച് ആരോ കമൻ്റ് ഇട്ട് ആ കമൻറ്റിന് ഇവൻ കൊടുത്ത പ്രതികരണം കേട്ടപ്പോൾ ഇവനെ സത്യം പറഞ്ഞാൽ ഭിത്തി പിടിച്ചൊട്ടിക്കാനാണ് എനിക്ക് തോന്നിയത്. അതും ആ കൊച്ചിനെ അടുത്ത് കടത്തിക്കൊണ്ട്. നമ്മൾ വിചാരിക്കാം കൊച്ചു ഇതൊന്നും കേൾക്കുന്നില്ല, അറിയുന്നില്ല. പക്ഷെ കൊച്ചു ഇതെല്ലാം കേൾക്കും, ഇതെല്ലാം അറിയും. ഇതൊക്കെ കേട്ടും കണ്ടുമൊക്കെ തന്നെയാണ് ആ കൊച്ചു വളരുന്നത്. ഓക്കെ, നമ്മൾ വിചാരിക്കും അത് അതിൻ്റെ തലയ്ക്കകത്തൊന്നും കയറത്തില്ല, അത് കുഞ്ഞല്ലേ, ഒന്നും അറിയാത്ത പ്രായമല്ലേ.
ഒരു തേങ്ങയില്ല. ഇതെല്ലാം കൊച്ചിൻ്റെ മൈൻഡ് നോട്ടീസ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഓരോ ജനറേഷൻ മാറുന്നതോറും കുട്ടികൾക്ക് കൂടുതൽ കൂടുതൽ ബുദ്ധിയും കൂടുതൽ വേറെ മൈൻഡ് സെറ്റൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അപ്പോൾ കുട്ടി ജനിച്ചടുത്ത് കിടക്കണേ ഉള്ളൂ, അവൻ്റെ സാമാനത്തിൽ മറുകുണ്ട്, അതേ മറുക് കൊച്ചിനും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് വിളിച്ചു പറഞ്ഞിട്ട് അവിടെ 2 കയറ്റിയാണ്. ഓ സൂപ്പറായിട്ടാ, 2 കയറ്റിയ തീർന്ന്. നീ അവിടെ ഇത് പറയുന്ന സമയത്ത് കൊച്ചു കേൾക്ക തന്നെയല്ലോ ഇരുന്ന് പറയുന്നത്, അവിടെ 2 ഒന്നും ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് നീ കൂടുതൽ അങ്ങോട്ട് കിടന്ന് വരവാതിരിക്കുന്നതായിരിക്കും നല്ല. സത്യത്തോടെ എനിക്ക് നിൻ്റെ അടുത്ത് പുച്ഛമാണ് തോന്നുന്നത്. എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറായിരുന്നു. വര നീ ഒരു വെറും കോളനി വാണമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കോളനിക്കാരെ ആക്ഷേപിക്കുന്നതല്ല, പണ്ട് നമ്മൾ ഈ കോളനി വാണങ്ങളെന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനം പറയാറുണ്ടായിരുന്നു. ഈ കുറേ അപരാധികൾ മറ്റേ കളർ അടിച്ച് ഇറങ്ങാറുണ്ട് കുറേ വാണങ്ങൾ, അവന്മാരെ ഈ കോളനി വാണമെന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട്. അത് കോളനിക്കാരെ ആക്ഷേപിക്കുന്ന സംഭവം അല്ല. ഓക്കെ, അപ്പോൾ അതുപോലെ എനിക്കൊരു ഫീല് നിൻ്റെ അടുത്ത് തോന്നി. പിന്നെ നിൻ്റെ പഴയ വീഡിയോകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുമാതിരി ഏട്ടായി ഫീലൊക്കെ ഫീൽ ചെയ്ത്, നിൻ്റെ പഴയ സ്ക്രിപ്റ്റഡ് പ്രാങ്കുകൾ അയ്യേ കണ്ടപ്പോൾ ഞാൻ തന്നെ ഇത് ആലോചിച്ചു, ഇവനാ അവൻ എന്ന് ഞാൻ ചിന്തിച്ചു സീരിയസിൽ പറയാമല്ലോ. ഓക്കെ, എന്തായാലും നിൻ്റെ കൊണയടി കേൾക്കാം. വ്ളോഗിൽ ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ. ചേട്ടന്റെ കാല് പോലെയാണോ കുഞ്ഞിന്റെ കാല്? ഒന്നും തോന്നരുത്, കണ്ടപ്പോൾ ജസ്റ്റ് ഒരു റീൽ ഇട്ടതാണ്. ഏട്ടനും കുഞ്ഞൂടെ ഉറങ്ങുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടതാണ്. ഞാൻ സീരിയസ്ലി പറയാം ബേസ്, ഇതിപ്പോ തമാശയായിട്ടോ ഒന്നും പറയുന്നതല്ല ബേസ്, ഇത് ഞാൻ സീരിയസ്ലി 100% സീരിയസ്ലി ഞാൻ പറയുന്ന കാര്യമാണ്. ആ ഡൗട്ട് ഇപ്പൊ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സീരിയസ്ലി ഇത് ഇവക്കറിയാം, ഇവക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാം, ഇങ്ങനെ പറയാം, എൻ്റെ ലിംഗത്തിൽ ഒരു മറുകുണ്ട്, ഒരു ബ്ലാക്ക് മറുക്, ചെറിയ ബ്ലാക്ക് മറുക്. അത് ഈ ചെറുക്കന് കറക്റ്റായിട്ട് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു ആലോചിച്ച് നോക്ക് ശ്രീകുട്ടി, ഇതൊക്കെ എങ്ങനെ ഒരു കാര്യം ചെയ്യടാ, നിന്റെ സാമാനത്തിലുള്ള മറുകെ നീ ഫോട്ടോ എടുത്ത് തന്നേല്ലോ കൊടു, നാട്ടുകാരെ കാണട്ടെ, എന്നിട്ട് 2 റൗണ്ട് വിട്ടുകൊടു. അവൻ്റെ ചാനത്തിൽ മറുകുണ്ട്, അത് കൊച്ചിന് അതുപോലെ ഉണ്ടോ? നാണം ഉണ്ടാടാ എനിക്ക്. നിന്റെ വിചാരം എന്ത് മാസ് പഞ്ച് ഡയലോഗ് എന്നാ? എടാ കുറച്ച് ബോധം കാണിക്കടാ, ബോധത്തോടെയൊക്കെ പെരുമാറാൻ പഠിക്ക് കേട്ടാ, കുറച്ച് ബോധത്തോടെ പെരുമാറാൻ പഠിക്കുക. അവൻ്റെ സാധനത്തിൽ മറുകുണ്ടെന്ന്, അത് കൊച്ചിനും ഉണ്ടെന്ന് എടുത്ത് ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് ചെവരി തൂക്കി വിടാൻ. നിന്റെ സാധനത്തിൽ മറുകുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വിടല നിന്നെ ഞാൻ എന്നാ പറയാനാ? ഇത്രയും കഴിപ്പണം കെട്ടവനായി പോയല്ലോടാ നീ. അതും ആ അടുത്ത് കിടക്കുന്നു, ഒരു സാമാന ബോധമില്ലാത്ത ഒരുത്തൻ. നിന്നെയൊക്കെ ഇവൻ ബിഗ് ബോസിൽ വന്നപ്പോൾ എനിക്കിഷ്ടമുള്ള ഒരുത്തനാണെന്ന് പറഞ്ഞ് ഞാൻ അന്ന് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോൾ പുച്ഛം തോന്നുന്നു. മാസാവാം, കൊലമാസം ആവാം, അതിൻ്റെ അപ്പുറം തീട്ടമായി മാറരുത് കേട്ടെ അഭിശ്രീയിലെ അഭിലാഷേ. എന്തോ എനിക്ക് വെറും പുച്ഛോടെ നിൻ്റെ അടുത്ത് തോന്നുന്ന. ഈ 5 മാസം അടിച്ചെന്നാണ് അവൻ്റെ വിചാരം. ആരോ വന്ന് ചോദിച്ചു, നിൻ്റെയൊക്കെ കാലിന് വയ്യാത്തതുപോലെ നിൻ്റെ കൊച്ചിനും കാലിന് വയ്യ, ഓക്കെ നിനക്ക് മാന്യമായിട്ട് കൊടുക്കുക. അവൻ്റെ തന്തയ്ക്കാണെങ്കിൽ വിളിച്ചിരുന്നെങ്കിലും അതും കൊച്ചിനെ മാറ്റിക്കിടത്തി വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വീണ്ടും സഹിച്ചേനെ. അല്ലെങ്കിൽ ഓക്കെ നിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ നീ തീർത്തെന്നെങ്കിലും പറഞ്ഞേനെ. ഇത് കൊച്ചിനെ അടുത്ത് പിടിച്ച് കളത്തിയിട്ട് അവൻ്റെ സാമാനത്തിൽ മറുകുണ്ട്, അത് കൊച്ചിനും ഉണ്ടെന്ന്. നാളെ ആ കൊച്ച് വളർന്നു വരുമ്പം നിൻ്റെ അച്ഛൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് നിൻ്റെ സാധനത്തിൽ മറുകുണ്ടെന്ന്. ഈ ഒരു സാധനമല്ലേ ഒരു പുറത്ത് സ്കൂളിൽ പോകണ്ടേ അവന്? നിനക്ക് വിവരം ഉണ്ടാടാ? അല്ല നിന്റെ സാധനത്തിൽ മറുക ആർക്കറിയണോടാ? അയ്യേ ഇങ്ങനെ ഒരു കഴിപ്പണം കെട്ടവൻ. നീക്ക് ആണുങ്ങളെ വില കളയിലൂടെ. അയ്യേ പുച്ഛം തോന്നുന്നു, വെറും പുച്ഛം, അരോചക. ഒന്നും കാണിക്കാൻ പറ്റൂല എനിക്ക്. എൻ്റെ ഈ പറയുന്ന പോലെ യൂട്യൂബ് സസ്പെൻഡ് ആയിപ്പോൾ ചിലപ്പോൾ ഞാൻ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. അതിൽ ഫാമിലിയിലുള്ളവരാണെങ്കിലും ശരി, പുറത്തുനിന്നുള്ളവരാണെങ്കിലും ആരാണെങ്കിലും നമുക്ക് ആ ഒരു സൊല്യൂഷൻ ഉണ്ട്. പിന്നെ അതല്ല ഇനിയുണ്ടെങ്കിൽ എൻ്റെ ചെറുക്കനെ എൻ്റെ അടുത്ത് വെച്ച് കാണിച്ചു തരാം. ഞങ്ങളുടെ സാദൃശ്യങ്ങൾ എന്തൊക്കെയാണെന്നൊരു നിങ്ങൾ തന്നെ. നീ ആരുടെ കൊടുപ്പനാടേ? വീട്ടിൽ വന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ നാട്ടുകാർക്ക് ഇപ്പം നിന്റെ ചാവാനത്തിൽ മറുകാണല്ലേ പണി ഇവിടെ. എടാ പോടാ, ഇവിടെ പോയി മാമിക്ക് മാവട്ടണ വേലയിപ്പാറ്. അവന് ശാമനത്ത് കാണണമെങ്കിൽ നമ്മൾ നാട്ടുകാരെല്ലാം കൂടി അവൻ്റെ വീട്ടിൽ പോകണമെന്ന്. നീ ഇപ്പം എടാ ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് വേടാ, തൂക്കി പോയി ബാക്കിൽ ഒട്ട് സസ്പെൻഡായി പോകുന്നു. നാണം ഉണ്ടാ എനിക്ക്? അയ്യേ എടാ നീ അത് അങ്ങനത്തെ ഒരു ഇതിൽ ടോപ്പിക്കിൽ ഓക്കെ നീ ചിലപ്പോൾ സംസാരിക്കും, ഫ്രസ്ട്രേഷൻ നടന്നൊക്കെ സംസാരിക്കും. പക്ഷെ അടുത്ത് കൊച്ചിരിക്കുന്നു, ഭാര്യ ഇരിക്കുന്നു, ഇത് ബോധം പോലും ഇല്ല. അടുത്തിരുന്നാണെങ്കിൽ അവളാണ് ചിരിച്ചു വിട്ടു കിടക്കുന്നത്. ഇത്രയും സപ്പോർട്ട് കൊടുക്കല്ലേ ഭർത്താവിന്? ഏട്ടായിക്ക് ഇങ്ങനെ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാന്താരി നീ മൂഞ്ചത്തേ ഉള്ളൂ, ഉള്ള കാര്യമാണ്. പഴയ വീഡിയോസൊക്കെ എനിക്കിപ്പോൾ റെക്കമെൻഡേഷൻ വന്ന് തുടങ്ങിയപ്പോഴാണ് ഞാൻ കണ്ട കലിപ്പനും കാന്താരിയുടെ ആ ഒരു ട്രാക്ക്. പോട്ടെ. അല്ല കാലിന്റെ ഇത് വയ്യെങ്കിൽ ചാട്ടിന് കാല് വയ്യല്ലോ, അതുപോലെ കുഞ്ഞിന് കാല് വയ്യേ എന്ന് ചോദിക്കുന്നത്.
എൻ്റെ അച്ഛനൊരു ഗുരുവില്ലായിരുന്നു, എന്ന് എൻ്റെ അമ്മയ്ക്ക് ചോദിക്കുന്നവരുടെ ഒരു മനസ്സ് ഗുരുവില്ലായിരുന്നു. നിങ്ങൾ ആലോചിച്ചോക്കണേ. പിന്നെ എനിക്ക് അങ്ങനെ ഇത് വന്നു. അത് വന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. എന്നെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഈ എല്ലാവരും പറയുമല്ലോ ഈ പൊക്കിൾക്കൊടി ചുറ്റും എന്ന് പറഞ്ഞാൽ, അങ്ങനെ ചുറ്റിയതാണ് എൻ്റെ കാലിൽ. അങ്ങനെ ഉണ്ട്, അല്ല ഒരു പോളിയോ കാര്യങ്ങളോ ഒന്നും വന്നതല്ല. സോ നമ്മളപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ മാക്സിമം നമ്മുടെ കുഞ്ഞിന് കൊടുക്കാൻ നമ്മളെപ്പോലെ ആവരുത് എന്നുള്ളതിൽ നമ്മൾ ഞങ്ങൾ care ചെയ്യുക. മുന്നുള്ള ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് 5th മന്ത് സ്കാനിങ്ങിനകത്ത് നമുക്ക് 5th മന്ത് സ്കാനിങ് അവിടെ നിൽക്കട്ടെ. ഓക്കെ, നിന്റെ അച്ഛൻ അമ്മ, നിന്റെ അച്ഛനും അമ്മയ്ക്ക് ഒരു ഗുരുവില്ലായിരുന്നു. ഭർത്താവിനോട് അല്ല, നിന്നെക്കാളും തറയാണ് ഞാൻ കേട്ടോ. അത് സീരിയസ്ലി ഞാൻ പറയാം. നീ വിചാരിക്കും തള്ള ഞാൻ മാന്യനെന്ന്, കേട് കെട്ടവനാ. പക്ഷെ എവിടെ എന്ത് സംസാരിക്കണം എന്നുള്ളൊരു ബോധമുണ്ട് കേട്ടെ. ചുമ്മാ കണ്ടെടുത്തും കടിയെടുത്തും കയറിയിട്ട് അപരാധം പറയുന്ന പരിപാടിയൊന്നും നമുക്കില്ല. നിന്റെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ കിളിയും പറഞ്ഞിരിക്കുന്നു, എന്ത് മ്ലാച്ചനടാ ഇവനെന്ന് ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുക. എനിക്ക് തന്നെ ഉത്തരം കിട്ടുന്നില്ല. അയ്യേ ഷിറ്റ്, ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. കുഞ്ഞുങ്ങളുണ്ടാവത്തിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ പ്രഗ്നൻസി ജേണി 7 year ബാക്ക് 7 year ബാക്ക് അങ്ങനെ പോയി. അതിനുശേഷം നമ്മൾ കുറേ കാലത്തിന് ശേഷം കുറേ കാലത്തിന് മുമ്പ് നമുക്ക് ഇപ്പൊ ലൈക്ക് ബിഗ് ബോസിന് പോകുന്നതിന് മുമ്പ് നമ്മള് പ്രസന്ന വേണുഗോപാലിനെ തന്നെ ഡോക്ടർ നമ്മുടെ ഡെലിവറി എടുത്ത ഡോക്ടറിനെ തന്നെ വീട്ടിൽ പോയി കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് നമ്മുടെ നമ്മൾ ലൈഫിലുണ്ടായിട്ട് ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. എന്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല? പ്രഗ്നൻസി അല്ലെങ്കിൽ ഈ പ്രഗ്നൻ്റ് ആവുന്ന ഒരു ഫാമിലി ആകുന്നതിനെ പറ്റിയിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ടില്ല എന്നാണോ പറയുന്നത്? ഓക്കെ, അതായത് കുട്ടികൾ ഉണ്ടാവുന്നതിനെ പറ്റിയിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അതിന് മുന്നേ. ഓക്കെ, നിങ്ങളിപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റാണ്. നിങ്ങളുടെ കമൻറ്റ് ബോക്സ് തന്നെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അതും പോരാഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് പലരും നിങ്ങളെ കുട്ടികളില്ലാത്തവരെന്ന് പറഞ്ഞ് കളിയാക്കുന്നതും നിങ്ങളെ കാത്തിരിപ്പിൻ്റെ കാര്യം അങ്ങനെ ഇങ്ങനെയൊക്കെ നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ പറയുന്നത് ഞാൻ നിങ്ങളുടെ പല വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ തന്നെ പലയിടത്തായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇടക്കാലത്തിട്ട ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം. പ്രഗ്നൻസി റിവീൽ 7 വർഷത്തെ കാത്തിരിപ്പ്. അഭിശ്രീ, ഇത് ഞാനിട്ട വീഡിയോ അല്ല, നിങ്ങൾ ഇട്ടാണ്. 7 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാവുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾ ഇട്ടിട്ടുള്ള വീഡിയോ ആണ് 7 മാസം മുന്നേ. അപ്പോൾ നിങ്ങൾ ബിഗ് ബോസിൽ ഇപ്പോൾ പോയിട്ട് 1 വർഷം കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഡോക്ടർ എന്തോ ചെക്കപ്പ് അത് ഇതൊക്കെ വന്ന് ഇതെന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു എന്ന ഒരു സംഭവമാണ് പറയുന്നത്. എന്നാൽ നിങ്ങൾ ആ പ്രഗ്നൻസി റിവീൽ ചെയ്ത വീഡിയോയിൽ ഇട്ടിട്ടുള്ള 7 വർഷത്തെ കാത്തിരിപ്പെന്ന്. അപ്പം നിങ്ങൾ പറയുന്ന ഉടായ്പല്ലേ, കള്ളത്തനമല്ലേ? ഇമാതിരി പറ്റിപ്പ് എന്തിനാണ് പറ്റിക്കുന്നത്? അതുകൊണ്ട് വിട് എൻ്റെ മുത്ത് മങ്ങി കേട്ടെ. തള്ളി അങ്ങ് മറിക്കുക. തള്ളലെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി തള്ളലാണ് തള്ളുന്നത്. ഇനി അതും പോരാഞ്ഞിട്ട് നമ്മൾ കോണത്തിൽ വർത്തമാനമാണ് പറയുന്നത്. അപ്പോൾ ചോദിക്കും നീ ഇപ്പം പറയുന്നത് നല്ല വാക്കാണ്. എടാ, ഞാൻ എൻ്റെ കൊച്ചിനെ അടുത്തിരുത്തിക്കൊണ്ടല്ലേ ഇമാതിരി വർത്തമാനം പറയുന്നത്. പക്ഷെ നീ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നിനക്ക് സാമാന്യ ബോധമില്ല. എന്തോ കൊച്ചിന് എന്നെപ്പോലെ സാമാനത്തിൽ മറുകൊണ്ടെന്ന്. തീർന്നില്ലടാ നീ. ഇനി കുറച്ച് കാലം മുന്നേ പറഞ്ഞ വീഡിയോ ആണ് ഈ കാര്യത്തിൽ. അപ്പോൾ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വെയിറ്റിംഗ് ആണ്. അത്രയേ ഉള്ളൂ. ഞങ്ങളും ഇങ്ങനെ ഹേർട്ടിംഗ് ആയിട്ടുള്ള കമന്റ് ഇട്ടിട്ടോ അല്ലെങ്കിൽ എന്താ ഇങ്ങനെ പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. നമുക്ക് വിധി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്നത് പോലെ ഇതിനൊക്കെ ഒരു ഭാഗ്യം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളും വെയിറ്റിങ്. അപ്പോൾ വെറുതെ ആവലാതി പിടിച്ച ആളുകൾ അല്ലാതെ ഈ പറയുന്ന പോലെ ബ്യൂട്ടി കോൺഷ്യസോ ഡാൻസ് ചെയ്ത് നടക്കാൻ പറ്റാത്തതുകൊണ്ടോ അഭിനയിക്കാൻ പോകാൻ പറ്റാത്തതുകൊണ്ടോ ഒന്നുമല്ല. ഇതാണ് സിറ്റുവേഷൻ. അല്ല നിങ്ങൾ ആവശ്യമില്ലാതെ ഈ കമന്റ്സ് ഇടുവോ? അല്ല, അതിപ്പോൾ നിങ്ങൾക്ക് ഇടുന്നവർക്ക് അത് ബോധമാവില്ല. കാണുന്ന നമുക്കുണ്ടാവുന്ന ഒരു അവസ്ഥ ചിലപ്പോൾ മേ ബി നിങ്ങളുടെ ഫാമിലിയിലും ഇതുപോലുള്ള അവസ്ഥകൾ ഉണ്ടാവാം. അപ്പം അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. അതൊക്കെ അതിനൊക്കെ ഓരോരോ സമയം എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. ആ സമയത്തിന് അനിഷ്ഠിതമായി നമ്മൾ ജീവിക്കുക. മനസ്സിലായില്ലേ? നമ്മുടെ ലൈഫിൽ നമ്മുടെ ആഗ്രഹമാണ് നമ്മുടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി ഉണ്ടാവണം, കുഞ്ഞുണ്ടാവണം, അതിനെ താലോലിക്കണം. എൻ്റെ മാത്രമല്ല, എൻ്റെ അമ്മയുടെ ആയിക്കോട്ടെ. ഓക്കെ, ഇതൊക്കെ ഇവരുടെ 1 വർഷം ബാക്കുള്ള വീഡിയോ ആണ്. അപ്പോൾ അവർക്ക് ആഗ്രഹങ്ങളുണ്ട്, കുട്ടി ഉണ്ടാവണം. അപ്പോൾ ഉണ്ടാവാതെ ഇരുന്നതാണ്. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് നമ്മൾ പെട്ടെന്നുള്ളൊരു ഇതായിരുന്നെന്ന്. എന്നിട്ട് വേറെ വീഡിയോയിൽ പറയുന്നുണ്ട് 7 വർഷത്തെ കാത്തിരിപ്പെന്ന്. ഇത് ഏതടേ? ഏതെങ്കിലും ഒന്നിൽ ഉറച്ചില്ലടേ? എന്തുവാടേ? കാരണം നമ്മളെല്ലാം മറ്റേ തവിട് കൊടുത്ത് വന്നതാ. അപ്പടിയെല്ലാം ചൊല്ലക്കൂടാത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് വിഷയങ്ങൾ, ഇരുപ്പ് വശങ്ങൾ. ഇവനെ തന്നെ ഒരു ഉറപ്പില്ല എന്തൊക്കെ പറയുന്നുണ്ടെന്ന്. ഓക്കെ, എല്ലാവരുടെ ജീവിതത്തിൽ, അതായത് ഫാമിലി ആയിക്കഴിഞ്ഞാൽ, ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ എല്ലാവരുടെ ആഗ്രഹമാണ് ഒരു കുടുംബജീവിതം, കുട്ടി, അങ്ങനെയുള്ള ഒരു വാഴ്ക്കை. അതിന് വേണ്ടിയിട്ടാണ് കല്യാണം കഴിക്കുന്നത്. മിക്കവരും ഒരു 99% ആൾക്കാരും കല്യാണം കഴിച്ച് ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കുട്ടി, കുളന്തെ, പിന്നെ അങ്ങനെ ആ ഒരു ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ എല്ലാവരുടെ ആഗ്രഹമാണ് ഒരു കുട്ടി ഉണ്ടാവുക എന്നത്. അത് നടക്കാതെ ഇരിക്കുന്ന എത്രയോ പേരുണ്ട്. പല പ്രാർത്ഥനകളായിട്ട് പോകുന്ന എത്രയോ പേരുണ്ട്. അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ ആയിട്ട് പ്രാർത്ഥനയായിട്ട് കയറി ഇറങ്ങി നടക്കുന്ന ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ ചിലയിടത്ത് കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടികളെ തീർക്കുന്ന പ്രവണതകൾ കാണാറുണ്ട്. പല രീതിയിൽ പല വീഡിയോസ് അഭിഹിതത്തിൽ കാമുകൻ്റെ ഒളിച്ചോടുമ്പോൾ കുട്ടിയെ ഉപേക്ഷിക്കുന്നു, കുട്ടിയെ തീർക്കുന്നു, അങ്ങനത്തെ പല വീഡിയോസ് ഈടാക്കി നെടുമങ്ങാട് ഒരു കടയാടി 2 മക്കൾ പുന്നാര മക്കളും കൂടി ഒരു കൊച്ചിനെ തീർത്തത്, അങ്ങനത്തെ പല ന്യൂസുകളും നമ്മൾ കാണാറുണ്ട്. ഓക്കെ, ഒരു ഭാഗത്ത് കുറേ ആൾക്കാർ ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ട് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ഒരു നിമിഷമാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഉണ്ടായ കുട്ടികളെ തീർത്തിട്ട് പോകുന്ന മറ്റൊരു സിറ്റുവേഷന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാലഘട്ടം. എന്നാൽ കാത്തിരിപ്പിനൊടുവിൽ അവർക്കൊരു ഭാഗ്യമുണ്ടായപ്പോൾ പറയുന്നു, നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ആ ഒരു സെറ്റപ്പിൽ ഡോക്ടർ, ബിഗ് ബോസ്, അത് ഇത് ചില വീഡിയോയിൽ പറഞ്ഞ് 7 വർഷത്തെ കാത്തിരിപ്പ്, ചില വീഡിയോയിൽ പറഞ്ഞ് നമ്മൾ കുത്തുവാക്കുകളൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്, എല്ലാത്തിനും ഒരു സമയമുണ്ട്, ദൈവവിധി, അന്ന് ആ ഒരു സെറ്റപ്പ് ഇരിക്കുന്നത്. ഇതിലേതെങ്കിലും ഒന്നിൽ ഉറച്ചില്ലടേ അഭിശ്രീ കേട്ടാ. ഇനി വേറൊരു വീഡിയോ പറയുന്ന കാണാം. കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി. അപ്പൊ എല്ലാവരും ചോദിക്കുമ്പോൾ നമുക്കൊരു വിഷമം ഭയങ്കര, അല്ലെ നമ്മൾ പേഴ്സണലി ചിലർ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. പക്ഷെ അതൊന്നും എന്നെ കേൾപ്പിക്കൂല കേട്ടോ. കമന്റ് ആണെങ്കിലും എന്തെങ്കിലും വന്നാലും പുള്ളിയാൻ ഹാൻഡിൽ ചെയ്യും. പക്ഷെ നമ്മളെ കേൾക്കാൻ ചിലർ പറയുമല്ലോ, അപ്പൊ അത് നമുക്ക് വിഷമം. എനിക്ക് എന്തോ പറയണ്ടെന്ന് അറിയത്തില്ല. ഒരുപാട് സന്തോഷമായി. പുറമേ വീട്ടിൽ എല്ലാവരും ഹാപ്പി ആവട്ടെ, എല്ലാവരും ഹാപ്പി. നമ്മളേലും അവരായിരുന്നു എപ്പോഴും അമ്മമാരുണ്ട് ഒരു വിഷമം പറയുന്നത്. ഇടയ്ക്ക് പ്രാർത്ഥന ഉണ്ടാവണം. 3 മാസം കഴിഞ്ഞ ഇത് അതുവരെ ഞങ്ങൾ പ്രാർത്ഥിച്ച് പൊന്നു പോലെ കൊണ്ട് നടക്കാം. അങ്ങനെ രണ്ടുപേരും തെളിഞ്ഞു. നല്ലതായിട്ട് ഇരിക്കേണ്ട സ്ഥാനത്ത് കോണാത്തിലെ വർത്താനം പറഞ്ഞ് കയറി പൊക്കോണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞ ഇവൻ്റെ ഉള്ള ഒരു ഇതങ്ങ് പോടെ ഉള്ള കാര്യം പറയാം. എനിക്ക് ചെറിയൊരു ഇതൊക്കെ ഉണ്ടായി, ഇഷ്ടമുണ്ടായിരുന്നു. അവന് അത്യാവശ്യം കിടിലമാണ് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ അഹങ്കാരം തലയ്ക്ക് പിടിച്ചിട്ടാണെന്ന് തോന്നുന്നു. ബിഗ് ബോസിലൊക്കെ പോയപ്പോൾ എന്തോ വലിയ സംഭവമായെന്ന് സ്വയമേ ഒരു ഉള്ളിൽ നിന്നൊരു സാധനം ഒരു തോന്നൽ കയറി എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു തോന്നൽ കയറിയപ്പോൾ കാണിക്കുന്ന വെപ്രാളത്തിലുണ്ടാവുന്ന ഒരു അൽക്കുലത്ത് പരിപാടിയാണെന്ന് തോന്നുന്നു. എന്തായാലും മണ്ടത്തരങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് നിന്റെ ജീവിതമെന്ന് നീ പലപ്പോഴായിട്ട് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരവസ്ഥ. എനിക്ക് കൂടുതലായിട്ട് എനിക്ക് നിന്നെ ഉപദേശിക്കാനും വയ്യ, ഒന്നും പറയാനും വയ്യ. എന്തായാലും കൊള്ളാം അഭിശ്രീ, നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു നിലയ്ക്ക് പോകൂല. മണ്ടത്തരങ്ങളും വിളിച്ച് പറഞ്ഞ് എവിടെ എന്ത് പറയണമെന്ന് പറഞ്ഞിട്ട് മാസ് കാണിക്കുകയാണ് സംഭവം. ഒരു നെഗറ്റീവ് കമൻ്റ് ഒന്നും ഇനി അവൻ്റെ തന്തയ്ക്ക് വിളിക്കാം വാടാ എന്ന് പറഞ്ഞുകൊണ്ട് കയറിയിരിക്കും. ഇത്രയ്ക്ക് നെഗറ്റീവ് കമൻ്റ് അങ്ങോട്ട് പൊട്ടുന്നുണ്ടെങ്കിൽ പരിപാടി വെച്ച് നിർത്തിയിട്ട് പോടേ, ഉള്ള കാര്യം. പിന്നെ നിന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് നിന്റെ കാലിനെ കുറ്റം പറയുന്നവരും അവരെയൊന്നും ഞാൻ ഒരിക്കലും സപ്പോർട്ടൊന്നും ചെയ്യത്തില്ല. എല്ലാം ഷൊട്ടകളാണ്. ഇതൊക്കെ വരുമെന്ന് നിനക്കറിയാം. ഇതൊക്കെ എടുത്ത് ചീടക്കിടയ്ക്ക് പ്രതികരിച്ച് മാസ് കാണിച്ച് കയ്യടി നേടാനാണെങ്കിൽ ഇപ്പം കാണിച്ച തൊട്ടിത്തനമായിപ്പോയി. സ്വന്തം കൊച്ചിനപ്പുറത്ത് കിടത്തിക്കൊണ്ട് സാമാനത്തിൻ്റെ കളർ, എൻ്റെ സാമാനത്തിൽ മറക്കൊണ്ട് കൊച്ചിൻ്റെ സാമാനത്തിൽ മറക്കൊണ്ട് ഈ ഒരു സെറ്റപ്പ് സംസാരിക്കുമ്പോൾ നിന്റെ നിലവാരമാണ് അവിടെ മനസ്സിലാവുന്നത്. അപ്പോൾ ചോദിക്കും ഞാനത് എടുത്ത് വെച്ച് പറയുന്നില്ലെന്ന്. ഞാൻ എൻ്റെ കൊച്ചിനെ അടുത്ത് കടത്തിയിട്ട് മാതിരി തോന്നിയ ദിവസം തൊട്ടിത്തനെന്ന് വിളിച്ച് പറഞ്ഞില്ല. എന്തിന്? ഇന്നവരെ എൻ്റെ വീഡിയോയിൽ എൻ്റെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ മേളത്തെ റൂമിൽ ആരും കേൾക്കാണ്ട്, എൻ്റെ വീട്ടുകാർ കേൾക്കാണ്ട് മാറി ഇരുന്നാണ് ഞാൻ ഓരോ കണ്ടന്റും ചെയ്യുന്നത്. അല്ലാണ്ട് വീട്ടുകാരെയൊക്കെ അടുത്ത് ഇരുത്തിയിട്ട് കണ്ട അവരാധികളെ ഞാൻ പിടിച്ചിട്ട് അവരാധിക്കാറില്ല. ഓക്കെ, തോന്നലേ തെറി വിളിക്കുന്ന വലിയ സംഭവമൊന്നുമല്ല, എല്ലാവർക്കും അറിയും. നിന്നെക്കാളും നന്നായിട്ട് എനിക്കും വിളിക്കാറേ. പിന്നെ എവിടെ എങ്ങനെ വിളിക്കണം, എപ്പോൾ വിളിക്കണം എന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ. ചില കണ്ടന്റൊക്കെ ചെയ്യുന്ന സമയത്ത് കുരു പൊട്ടിയിട്ട് പച്ച തെറി വിളിക്കും. ഞാൻ വിളിച്ചിട്ടുമുണ്ട്. കാരണം പീഡനങ്ങൾ, പിന്നെ കുട്ടികളെ ഉപദ്രവിക്കണം, അങ്ങനത്തെ കേസുകളൊക്കെ വരുമ്പോൾ ഞാൻ വിടൂല, വച്ചേക്കത്തില്ല. ഞാൻ അപരാധി പിന്നെ അവിഹിതം. ഇന്നലെ മറ്റേ രഞ്ജീഷ് എന്ന് പറയുന്ന പയ്യനെ ഒരു കടയാടി മോള് തീർത്ത് ആ സാഹചര്യങ്ങളിൽ തെറി വിളിക്കും. അല്ലാണ്ട് സ്വന്തം കൊച്ചിനെ അടുത്ത് പിടിച്ച് വളർത്തിയിട്ട് തെറി വിളിക്കുന്നത് എന്നെയൊക്കെ എന്നാ പറയാനാണ്? സാമാന്യ വിവരം ബോധം കാണിക്കും. ഒരുമാതിരി ബിഗ് ബോസിൽ പോയതിൻ്റെ ആ പള്ളായിരിക്കും കിടന്ന് കുത്തി കളങ്ങണത്. കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ്. ഞാൻ പറഞ്ഞ് ശരിയാ തെറ്റാട്ടെ പറയട്ടെ. അപ്പോൾ ശരി, ബൈ.